എയ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ കീയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി നമുക്ക് പാരഗ്രാഫ് തരും, അത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. ഇങ്ങനെ വരുന്ന ടൈമിൽ ആദ്യം പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡോസ് ദി നെറേറ്റർ ഡിസ്ക്രൈബ് ദ ലാൻഡ് സ്ലൈഡ്? അപ്പോൾ അതിൻ്റെ ആൻസർ, ദി നെറേറ്റർ ഡിസ്ക്രൈബ്സ് ദി ലാൻഡ് സ്ലൈഡ് ആസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡ് ടു ഡു? അപ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ എഴുതേണ്ടത്. യാത്രക്കാർ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാനാണ്? ആ പാരഗ്രാഫ് വായിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. അതിലെ ലാസ്റ്റത്തെ ഓപ്ഷനാണ് ബോത്ത് എ ആൻഡ് സി എന്നതാണ് ആൻസർ. അതായത് ഫസ്റ്റത്തെ പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു 9. അതേപോലെ സി ഓപ്ഷൻ, എ ഫ്യൂ ഓഫ് ദ പാസഞ്ചേഴ്സ് എഗ്രി ടു വാക്ക് ടു മുസോറി. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ബോത്ത് എ ആൻഡ് സി എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് സ്ക്രാച്ചഡ് പീസസ് ഓഫ് റബ്ബിഷ് ഓർ റിമൈൻസ്. ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ എന്ന് പാസേജിൽ ഏത് വേർഡാണ് മീൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഡെബ്രിസ്. ഡെബ്രിസ് എന്ന വേർഡാണ് അവിടെ മാലിന്യങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പോയം തന്നിട്ടുണ്ട്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്. അപ്പോൾ പോയം നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ദി പോയറ്റ് is special about the song sung by the bird? കിളി പാടുന്ന പാട്ടിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് കവി പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ, ദി സോങ് സങ് ബൈ ദ ബേർഡ് ഈസ് വിത്തൗട്ട് വേർഡ്സ്. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ ഫ്രം ദ ഗിവൺ ലൈൻസ്. അപ്പോൾ തന്നിരിക്കുന്നവയിൽ നിന്ന് മെറ്റഫറിന് എക്സാമ്പിളായിട്ടൊരു വേർഡ് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ മെറ്റഫറിൻ്റെ റൂൾസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻസർ, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. നെക്സ്റ്റ്, റീഡ് ദ ലൈൻസ് ഫ്രം ദ 7 ages of man and write a brief paragraph summarizing the ideas contained in the lines using the hints given below. അപ്പോൾ ഈ ഒരു പോയം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതാണ്. ഇതിൽ ഓരോ സ്റ്റേജും നമ്മൾ വിശദീകരിച്ച് പാരഗ്രാഫ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് എഴുതാനാണുള്ളത്. കുറച്ച് ഹൈൻസ് അവിടെ തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഷേക്സ്പിയർ കമ്പയർസ് ദി വേൾഡ് ടു എ ഗ്രേറ്റ് സ്റ്റേജ് വേർ എവറി മാൻ ആൻഡ് വുമൻ പ്ലേസ് ഡിഫറെൻറ്റ് റോൾസ് ഇൻ ലൈഫ്. He beautifully describes the 7 stages of a man's life, beginning as an infant, then a whining schoolboy, a passionate lover, and a brave but short-tempered soldier. Each stage has its own calm and struggles. The use of similes and alliterations make the poem more lively and expressive, showing that life itself is like a drama where everyone has an entrance and exit. നെക്സ്റ്റ് ആക്ടിവിറ്റി പാരഗ്രാഫ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഫ്രെഡ് പോയിന്റ് ഔട്ട് എമോങ് ദി ട്രീസ്? ഫ്രെഡ് മരങ്ങൾക്കിടയിൽ നിന്ന് എന്താണ് ചൂണ്ടിക്കാണിച്ചത് എന്നാണ്. ഫ്രെഡ് പോയിന്റഡ് ഔട്ട് ദാറ്റ് ദെർ വാസ് എ ഹട്ട് എമംഗ് ദ ട്രീ. കംപ്ലീറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. ബിഫോർ സപ്പർ ദ ബോയ്സ്. അപ്പോൾ സപ്പറിന് മുമ്പ്, ഭക്ഷണം അത്താഴം കഴിക്കുന്നതിന് മുമ്പ് ആ ആൺകുട്ടികൾ എന്താണ് ചെയ്തത് എന്നാണ് ചോദിച്ചത്. അതിൽ ഓപ്ഷൻ മൂന്നാമത്തേതാണ് ശരി, ബോത്ത് ബി ആൻഡ് ഡി. അതായത് ക്ലീനഡ് ഔട്ട് ദി ഹട്ട്, അതുപോലെ ലൈറ്റ് എ ഫയർ. നെക്സ്റ്റ്, ഫ്രെയിം ആൻഡ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെതാണ്. യു ഹാവ് ഗിവൺ അസ് എ ലോട്ട് ഓഫ് ട്രബിൾ. ഇനി ആ ഒരു വിട്ടുപോയ ഭാഗത്ത് നമ്മൾ എഴുതണം. ആൻസർ, ഹാവൻ യു. നെക്സ്റ്റ്, ദി അൺഎക്സ്പെക്റ്റഡ് ലാൻഡ് സ്ലൈഡ് ആൻഡ് ദ ഫോളിംഗ് ഓഫ് ദ ഡെബ്രിസ് on his way to Mussoorie disturbed Mani. Late in the evening, Mani journeyed down his feelings in the form of a diary. Draft the likely diary entry. അപ്പോൾ ഇതിന് ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡയറിയൊക്കെ നിങ്ങൾ നോക്കി വെക്കുക, പ്രധാനമായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ആണ്, കലാമിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. അപ്പോൾ അതും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ യങ് അബ്ദുൽ കലാമിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് എഴുതാനുള്ളത്. നമുക്ക് ചിലപ്പോൾ ഇപ്പോഴുള്ള ആ ഒരു രീതിക്കുള്ളത് എഴുതാനാവും, അല്ലെങ്കിൽ ആ ചെറിയ കാലത്തേത് എഴുതാനും ആവും. അപ്പോൾ രണ്ടും നല്ല രീതിക്ക് തന്നെ പഠിച്ചു വെക്കുക, എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് ഇമിലി ഡിക്കിൻസൺ ബേസ്ഡ് ഓൺ ദി ഹിൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഇമിലി ഡിക്കൻസൺ എന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് വേറെ ആളുടെ രീതിക്ക് മോഡൽ വരും. അപ്പോൾ എന്തായാലും ഇതും ജസ്റ്റ് നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനാണുള്ളത്.
അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഹെഡ്ലൈൻസ് ദാറ്റ് ടെൽസ് അബൌട്ട് ആൻ അച്ചീവ്മെൻറ്റ് ഓഫ് ISRO. ISRO നേടിയ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ന്യൂസ് ഹെഡ്ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലത് ആ ലാസ്റ്റ് ന്യൂസ് ഹെഡ്ലൈൻ ISRO സക്സസ്ഫുള്ളി ലോഞ്ചസ് ന്യൂ വെതർ സാറ്റലൈറ്റ് എന്നത്. നെക്സ്റ്റ്, വിച്ച് ഹെഡ്ലൈൻ റിഫ്ലെക്ട്സ് ഇന്ത്യസ് കൺസേൺ ഓവർ എക്സ്പാട്രിയാറ്റ്സ്. അതിൽ ആ ഫസ്റ്റത്തെ ന്യൂസ് ഹെഡ്ലൈനാണ് ഇന്ത്യ ടു എവാക്വേറ്റ് ഇറ്റ്സ് നാഷണൽ ഫ്രം ഇസ്രായേൽ. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ മീറ്റിംഗ് ഓഫ് ഗ്ലോബൽ ലീഡേഴ്സ് ഇൻ ടോക്കിയോ ഇൻഡിക്കേറ്റ് അബൌട്ട് ഇൻ്റർനാഷണൽ റിലേഷൻസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ദർ ഈസ് എ ഗ്രോയിങ് ഗ്ലോബൽ കൺസെൻസസ് ഓൺ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ വിട്ടുപോയ ഭാഗത്ത് ഫ്രേസസ് യൂസ് ചെയ്തിട്ട് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്: എ, ടേക്കൻ എ ബാക്ക്; ബി, മേക്ക് ഔട്ട്; സി, ട്രൈ ഔട്ട്. നെക്സ്റ്റ്, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്, എറർസ് ആർ ഗിവൺ ഇൻ ബോൾഡ്. അപ്പോൾ അവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് വേർഡ്സ് തെറ്റാണ്, അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കറക്റ്റാക്കി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്: ഫിറ്റ് എന്നത് ഫിറ്റഡ് എന്ന് ചേഞ്ച് ആക്കി, അതുപോലെ എ എന്നുള്ള ഭാഗത്ത് ആൻ യൂസ് ചെയ്തു, പിന്നെ ട്യൂഷൻ എന്നുള്ളത് സ്പെല്ലിങ് കറക്റ്റാക്കി, ഹാസ് എന്നത് ഹാഡാക്കി ചേഞ്ച് ആക്കി. നെക്സ്റ്റ്, കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് ഹിസ് മദർ. അപ്പോൾ അവിടെ കുറച്ച് ഭാഗങ്ങൾ വിട്ട് പോയിട്ടുണ്ട്, അത് നമ്മൾ കറക്റ്റാക്കി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. കോൺവെർസേഷനൊക്കെ നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് വായിച്ച് നോക്കുക, ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുക, വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പേപ്പർ. ഇനിയും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് വേണമെന്നോ അതുപോലെ ഇതൊന്നുകൂടെ ഡിസ്കസ് ചെയ്തതെന്നോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നല്ല മാർക്കോട് കൂടി എല്ലാവർക്കും വിജയിക്കാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.